ഹായ് എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മളുടെ മൊബൈൽ ഫോണിന് വേണ്ട കുറച്ച് കിടിലൻ പവർഫുൾ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. നിങ്ങളുടെ കൂടെയുള്ളത് കീരൂസ് ആണ്. നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൂട്ടുകാർ ആദ്യമായിട്ടാണ് നമ്മളുടെ വീഡിയോസുകൾ കാണുന്നെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അതാത് സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാനെടുക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ലിങ്കും വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. ഇനി അവിടെ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ www.keerus.in എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിലും എല്ലാ ആപ്ലിക്കേഷനും ലിങ്കും മലയാള വിവരണത്തോടു കൂടി അവിടെ ലഭ്യമാണ്. അവിടെ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. ആദ്യത്തെ ആപ്ലിക്കേഷൻ, നമ്മളെല്ലാവരും നമ്മുടെ മൊബൈൽ ഫോണിൽ വോയിസ് റെക്കോർഡ് ചെയ്യാറുണ്ട്, കോളുകൾ റെക്കോർഡ് ചെയ്യാറുണ്ട്, സ്ക്രീൻ റെക്കോർഡ് ചെയ്യാറുണ്ട്, അതോടൊപ്പം തന്നെ വീഡിയോയും എടുക്കാറുണ്ട്. ഒരു പക്ഷേ ഇതിനൊക്കെ വേണ്ടി നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ആപ്ലിക്കേഷൻസുകൾ 4 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഇതിനെല്ലാം കൂടി ഒരൊറ്റ ആപ്ലിക്കേഷൻ, അതും കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ ആപ്ലിക്കേഷൻ, നമുക്ക് ആ ആപ്ലിക്കേഷനെ പരിചയപ്പെടാം. നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ കഴിയുക. കോൾ റെക്കോർഡർ, വോയിസ് റെക്കോർഡർ, സ്ക്രീൻ റെക്കോർഡർ, വീഡിയോ റെക്കോർഡർ, ഇതിൻ്റെ എല്ലാം താഴെയായിട്ട് ഓരോ സെറ്റിംഗ്സ് ഐക്കൺസും കാണാൻ കഴിയും. നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ കോൾസ്, ഇൻകമിംഗ് കോൾസ്, ഔട്ട് ഗോയിങ് കോൾസ് ഇതെല്ലാം എനാബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനാബിൾ ചെയ്യാം. ഓഡിയോ ഫോർമാറ്റ് ഇവിടെ 2 ഓപ്ഷനാണ് കാണാൻ കഴിയുക. നിങ്ങൾക്ക് വേണ്ട ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. 4 തരത്തിലുള്ള ക്വാളിറ്റി ഉണ്ട്, ആ ക്വാളിറ്റിയും സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് സെലക്റ്റഡ് കോൺടാക്റ്റ് ഉണ്ട്. ഏതെങ്കിലും കോൺടാക്റ്റിൽ നിന്ന് വരുന്ന കോളുകൾ അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ മാത്രം മതിയെങ്കിൽ ആ കോൺടാക്റ്റ് ഇവിടെ സെലക്ട് ചെയ്യാം. ഇനി അടുത്ത ഓപ്ഷൻ വോയിസ്. നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട്, സ്റ്റോപ്പ്, മാനുവലി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ പ്ലാനിങ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ സമയം 5:50 ഇപ്പോൾ നമുക്കൊരു 7 മണിക്ക് ഒരു സാധനം റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമുക്ക് ആ 7 മണി സെലക്ട് ചെയ്ത് കൊടുക്കാം. 7 മണി സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. ഇനി 7 മണിക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടു. അതിൻ്റെ ഓഡിയോ ഫോർമാറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എനാബിൾ ചെയ്തിടാം. അടുത്തതായി സ്ക്രീൻ. നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഏത് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാം. ബിറ്റ് റേറ്റ് നിങ്ങൾക്ക് എത്ര വേണോ അത് സെലക്ട് ചെയ്തിടാം. FPS എത്ര വേണോ അത് സെലക്ട് ചെയ്തിടാം. ഇതെല്ലാം നിങ്ങളുടെ ഫോണിൻ്റെ കപ്പാസിറ്റി, അതോടൊപ്പം തന്നെ നിങ്ങൾ എടുക്കുന്ന വിഷ്വൽസുകൾ അതിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാം. ക്യാമറയും കൂടി റെക്കോർഡ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ എനാബിൾ ചെയ്യാം. സൗണ്ട് വേണമെങ്കിൽ എനാബിൾ ചെയ്യാം. ടൈമർ വേണമെങ്കിൽ അത് എനാബിൾ ചെയ്യാം. നോട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ എനാബിൾ ചെയ്യാം, ഡിസേബിൾ ചെയ്യാം. വീഡിയോ, നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഏത് ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യണം, ഫ്രണ്ട് വേണോ ബാക്ക് വേണോ, അവിടെ തട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ക്യാമറയും ചൂസ് ചെയ്യാൻ കഴിയും. വീഡിയോ ക്വാളിറ്റി ഹൈ, മീഡിയം, ലോ നിങ്ങൾക്ക് വേണ്ട ഒരു ക്വാളിറ്റി സെലക്ട് ചെയ്യാം. നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നോട്ടിഫിക്കേഷനും സെലക്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആപ്ലിക്കേഷനുള്ളൂ. ഇനി മുകളിലത്തെ സെറ്റിംഗ്സ് എടുക്കാം. സെറ്റിംഗ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ്റെ ചില മാറ്റങ്ങൾ വരുത്താനുള്ള 3 ഓപ്ഷൻസുകൾ ഇവിടെ കാണാൻ കഴിയും. അത് നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് മാറ്റാം. ഇനി സേവ് ലൊക്കേഷൻ, എവിടെയാണോ ഇത് സേവ് ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ഞാനിവിടെ മെമ്മറി കാർഡ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇന്റേണൽ മെമ്മറി എന്ന് കാണിക്കുന്നത്. നമ്മൾ അഡീഷണൽ മെമ്മറി ഉപയോഗിക്കുന്നു എങ്കിൽ അവിടെ 2 ഓപ്ഷനും കൂടി വരുന്നത്. ആപ്ലിക്കേഷൻ നമ്പർ 2, നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ മെനു സ്റ്റൈൽ ഒന്ന് കിടിലനാക്കിയാലോ. സംഭവം നല്ലൊരു ലോഞ്ചറാണ്. നല്ലൊരു ലോഞ്ചർ എന്ന് മാത്രമല്ല, നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്ന, നമ്മുടെ മൊബൈൽ ഫോണെ ഹാങ് ആക്കാതെ നല്ല കിടുവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കിടിലൻ ലോഞ്ചർ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ ഈ ഒരു ലോഞ്ചറിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ കഴിയും. ചുരുക്കം പറഞ്ഞാൽ ഒരാൾ തപ്പി നോക്കിയാൽ പോലും നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ മെനു ലിസ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുണ്ട് ഈ ഒരു ലോഞ്ചറെ പരിചയപ്പെടാം. ഒരു പക്ഷേ നമ്മളുടെ എല്ലാവരുടെയും ഫോണിൻ്റെ ഒരു സ്റ്റൈലൊക്കെ ഇതുപോലെയാകും. അവിടെയും ഇവിടെയൊക്കെ ആപ്പിൻ്റെ ഐക്കൺസും മറ്റൊക്കെ ആയിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലോട്ടൊരു കിടിലൻ ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കറണ്ട് വാൾപേപ്പറൊക്കെ ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ കഴിയും. ശേഷം നമ്മളുടെ ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. നമ്മൾ വിരലൊന്ന് നേരെ മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ മെനു ലിസ്റ്റ് വരുന്നത് കാണാൻ കഴിയും. അതിനുശേഷം ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഓൾ എന്നാണ് കാണാൻ കഴിയുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസും ഇതുപോലെ കാണാൻ കഴിയും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിരലുകൊണ്ടൊന്ന് സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്നൊരു ടാബ് കാണാൻ കഴിയും. ആ ഒരു ടാബിൻ്റെ ഉള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ ഏതാണോ അതെല്ലാം ഇവിടെ കാണാൻ കഴിയും. ഇനി അതുപോലെ എൻ്റർടൈൻമെൻറ്റ്, ഫോട്ടോഗ്രാഫി, ടൂൾസ്, ന്യൂസ്, റീഡിങ്സ്, ഷോപ്പിംഗ്, ഗെയിംസ്, ലൈഫ് സ്റ്റൈല്, ഫിനാൻസ്, പേഴ്സണലൈസേഷൻ അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാറ്റഗറികൾ ആയിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് തരും. ഇനി നമ്മൾക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ട്
സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു വിൻഡോ കാണാൻ കഴിയും. അവിടെ താഴെ സെറ്റ് പാസ്വേഡ് എന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. എൻ്റെ ഫിംഗർ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു പാറ്റേൺ ഒന്ന് എൻ്റർ ചെയ്യാം. ഓക്കെ കൊടുക്കാം. ഇനി ഇവിടെ ആഡ് ആപ്സ് എന്ന് കാണാൻ കഴിയും, അവിടെ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും ഇതുപോലെ ഇവിടെ വന്നത് കാണാൻ കഴിയും. ഇനി ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാം. ഞാനിവിടെ വാട്സാപ്പാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്കത് സെലക്ട് ചെയ്തിട്ട് മുകളിൽ ടിക്ക് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എക്സിറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ വാട്സാപ്പ് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയില്ല. കണ്ടോ, വാട്സാപ്പിൻ്റെ വേറെ ആപ്ലിക്കേഷൻസുകളൊക്കെയാണ് കാണാൻ കഴിയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്താൽ ഇതുപോലെ നമ്മൾ വിൻഡോ വരുന്നത് കാണാൻ പറ്റും. അവിടെ നമ്മൾ ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ പാറ്റേൺ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വാട്സാപ്പ് കാണാൻ കഴിയും. ഇവിടുന്ന് വാട്സാപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി ഈ ഒരു ലിസ്റ്റിൽ നിന്ന് വാട്സാപ്പ് കളയണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു ഡോട്ട് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അൺസെലക്ട് ചെയ്യുക. ഇനി നമുക്ക് പിറകിലോട്ട് വരാം. പിന്നെ വാട്സാപ്പ് നമ്മളെ ലിസ്റ്റിൽ വരും. ഒരു വാട്സാപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സെറ്റിംഗ്സിനായിട്ട് ഇവിടെ മുകളിൽ 3 ബാർ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് നമ്മുടെ ഫോണിൻ്റെ സ്റ്റൈലുകളും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ഒട്ടനവധി ഓപ്ഷൻസുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആപ്ലിക്കേഷൻ നമ്പർ 3, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുകയാണ്. ഉദാഹരണത്തിന് ഒരു ഡ്രിമ്മർ നമ്മൾ സെർച്ച് ചെയ്തു, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിൻ്റെ കാര്യങ്ങൾ സെർച്ച് ചെയ്തു. ഉടൻ തന്നെ ഫേസ്ബുക്ക് പോലെയുള്ള മറ്റ് നവമാധ്യമങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത പ്രൊഡക്റ്റ് എന്താണോ ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള പരസ്യങ്ങൾ അവിടെ വന്നത് കാണാൻ കഴിയും. നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ലേ? അതിൻ്റെ ഒരു കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സെർച്ചിങ് ക്യാഷയും അതോടൊപ്പം തന്നെ ഹിസ്റ്ററിയും ഒക്കെ അത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ ക്യാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇൻ്റർനെറ്റ് സുരക്ഷിതമായിട്ട് നമുക്ക് ബ്രൗസ് ചെയ്യാൻ കഴിയുന്ന ഒരു രീതി, അത്തരത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, അതാണ് അടുത്ത് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ എനാബിൾ ചെയ്തിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു തരത്തിലുള്ള ട്രാക്കിങ്ങോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മാൽവെയർ അറ്റാക്കുകളോ ഒന്നും തന്നെ നമ്മളുടെ ഇൻ്റർനെറ്റ് ഉപയോഗത്തിന് വരുന്നതല്ല. ആപ്ലിക്കേഷനെ പരിചയപ്പെടാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലൊരു വിൻഡോ ആണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് എനാബിൾ ചെയ്യാനുള്ളത്, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളോട് ഇതുപോലൊരു കൺഫർമേഷൻ ചോദിക്കും, ഒരു VPN കണക്ഷൻ ഈ ഒരു മൊബൈൽ ഫോണിൽ ക്രിയേറ്റ് ചെയ്യട്ടെ എന്നുള്ളത്. നമുക്ക് ഓക്കെ കൊടുക്കാം. അവിടെ തന്നെ നമ്മളോട് ഒരു VPN പ്രൊഫൈൽ ഇതിലില്ലാത്തത് കൊണ്ട് തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്യട്ടെ ചോദിക്കും. ഇവിടെ ഇൻസ്റ്റാൾ VPN പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഒരു പ്രൈവറ്റിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ബ്രൗസ് ചെയ്യുന്ന വെബ്സൈറ്റുകൾക്ക് നമ്മുടെ ഹിസ്റ്ററി, ക്യാഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ട്രേസ് ചെയ്തെടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അനാവശ്യമായുള്ള രീതിയിലുള്ള പരസ്യങ്ങളൊന്നും നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ വരുന്നതുമല്ല. ആപ്ലിക്കേഷൻ നമ്പർ 4, മറ്റാരും കാണാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇഷ്ടമുള്ള ആപ്പുകൾ രണ്ടാമതായിട്ടും ഉപയോഗിക്കാൻ കഴിയും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 2ൽ കൂടുതൽ അല്ലെങ്കിൽ 2 വാട്സാപ്പ് ഒക്കെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കണം എന്ന് വിചാരിക്കാം. നിലവിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, വാട്സാപ്പും അതോടൊപ്പം തന്നെ വാട്സാപ്പ് ബിസിനസ്സും. പക്ഷേ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് മറ്റാരും കാണാതെ ഉപയോഗിക്കണം. എങ്കിലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ കഴിയും. കാരണം എന്തെന്നറിയോ, നിങ്ങൾ ഇതുപോലെ രണ്ടാമത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നു എന്ന് ഒരാൾക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് തന്നെ. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചിരിക്കും. ആപ്ലിക്കേഷനെ പരിചയപ്പെടാം. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ കാണാൻ കഴിയും. ഇനി ഞാനിവിടെ ഒരു കോൾ ബട്ടൺ ഉണ്ട്, ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള നമ്പറിലോട്ട് ഡയൽ ചെയ്യാം. ഇതുപോലെ കോൾ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. കോൾ ഡ്രോപ്പ് ചെയ്യാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ എൻ്റെ ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ പാസ്വേഡ് അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മളുടെ ഒരു പ്രൈവറ്റ് വിൻഡോ ഓപ്പണായി വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ചേഞ്ച് ഐക്കൺ എന്ന് പറഞ്ഞൊരു ആദ്യത്തെ ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒട്ടനവധി ഡയലറുകളിലെ ഐക്കൺസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മാച്ച് ആവുന്ന ഒരു ഡയലർ ഐക്കൺ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴത്ത് അതുപോലൊപ്പം തന്നെ കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഗാലറി, ഇവിടെ ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ഐക്കൺ, ഇവിടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ക്യാമറ ഐക്കൺ. നമുക്കിവിടെ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും ഇവിടെ ഇതുപോലെ കാണാൻ കഴിയും. ഇനി രണ്ടാമതായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആരും കാണാതെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നിന്ന് വാട്സാപ്പ് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മളോട് വാട്സാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ചോദിക്കും. നമുക്കിവിടെ ഇമ്പോർട്ട് കൊടുക്കാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. നമ്മുടെ സ്ക്രീനിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു ജസ്റ്റ് ഓപ്പൺ ചെയ്യാം.
ലോഞ്ച് ഡൂവിൽ കൊടുക്കാം. വരുന്ന എല്ലാ പെർമിഷനും അലോ ചെയ്യണം. ഇപ്പം നമുക്ക് നമ്മുടെ വാട്സാപ്പ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നത് കാണാൻ കഴിയും. ഇനി നമ്പറൊക്കെ കൊടുത്തിട്ട് നമുക്ക് വാട്സാപ്പ് രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ ഉപയോഗിക്കാൻ കഴിയും. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ ഗാലറിയുള്ള ഫോട്ടോസുകളൊക്കെ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ പ്ലസ് ബട്ടൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഗാലറിയുള്ള ഫോട്ടോ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ചധികം ഓപ്ഷൻസുകളുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫിംഗർ പ്രിൻറ്റ് അൺലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഒരിക്കലും എനാബിൾ ചെയ്യാതെ ഇടുക. കാരണം അതൊരു സെക്യൂരിറ്റി കുറവുള്ളൊരു കാര്യമാണ്. അടുത്തതായിട്ട് ഹൈഡ് ഫ്രം റീസെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എനാബിൾ ചെയ്യാം. പിന്നെ ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് പിറകിലോട്ട് വരാം. നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണ്. എക്സിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പാസ്വേഡ് എന്താണോ ആ പാസ്വേഡ് നമ്മുടെ ഡയലർ പാഡിൽ അടിച്ചു കൊടുത്താൽ മാത്രമാണ് ഈ ഒരു പ്രൈവറ്റ് സ്പേസ് ഓപ്പൺ ആയി വരുള്ളൂ. വേറെ എന്തടിച്ചിട്ടും കാര്യമില്ല. കോഡ് പോവുക എന്നല്ലാതെ വേറൊരു മാറ്റവും സംഭവിക്കാനില്ല. നമ്മുടെ പാസ്വേഡ് എന്താണോ ആ പാസ്വേഡ് എൻ്റർ ചെയ്താൽ മാത്രമാണ് നമ്മുടെ പ്രൈവറ്റ് സ്പേസ് ഓപ്പൺ ആയി വരികയുള്ളൂ. ഇന്ന് പങ്കുവെച്ച ഈ ആപ്ലിക്കേഷൻസുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ വീടിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട്, കീറൂസ്.